സംസ്ഥാന സർക്കാരിന്റെ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. ഉച്ചകോടിയിൽ നിരവധി പദ്ധതികൾ ചർച്ച ചെയ്തു. 50 കോടിക്ക് മുകളിലുള്ള നിർദ്ദേശങ്ങളാണ് ഉച്ചകോടിയിൽ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കഴിഞ്ഞ ദിവസത്തെ ആ ഉച്ചകോടി ആദ്യ ദിനം ഇന്നലെയായിരുന്നു. ആ ദിനത്തിൽ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അല്ലെങ്കിൽ ലക്ഷം കോടിക്കടുത്തുള്ള പ്രഖ്യാപനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്നത്. അതിൽ പ്രധാനമായും അദാനി ഗ്രൂപ്പ് തന്നെ 30,000 കോടിയിലധികം രൂപയുടെ പ്രഖ്യാപനങ്ങൾ, പ്രൊജക്റ്റുകളെല്ലാം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പിന്നീട് അസ്റ്റർ ഡി എം അസ്റ്റർ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നും 850 കോടിയുടെ പ്രഖ്യാപനമുണ്ടായി. ആസാദ് മൂപ്പൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രഖ്യാപനമുണ്ടായി. കേരളത്തിലേക്ക് നിക്ഷേപകരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണല്ലേ? വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേരും. വലിയ രീതിയിലുള്ളൊരു നിക്ഷേപക ഒഴുക്ക് തന്നെ ഈ ഒരു ഉച്ചകോടിയെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. പുതിയ നിക്ഷേപങ്ങൾ, പുതിയ പ്രഖ്യാപനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും തന്നെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം പങ്കുവച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൽ നിന്നും 30,000 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു 30,000-ൽ 20,000 കോടി രൂപ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാണ്. അതും കൂടി ഉൾപ്പെടുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും അത്തരത്തിലുള്ള നടപടികളുമെല്ലാം അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുകൂടി അദാനി ഗ്രൂപ്പ് നിലവിലെ സ്ഥാനാർത്ഥി അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ തൊഴിലവസരങ്ങൾ കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിനനുസരിച്ച് വരിക. അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ഉച്ചകോടിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി വികസന പദ്ധതികൾ, റോഡ് നിർമ്മാണ പദ്ധതികൾക്കുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രേണുകയുണ്ട് നമ്മളോടൊപ്പം. രേണുക, നിക്ഷേപകർ ഒഴുകുകയാണ് കേരളത്തിലേക്ക്. തീർച്ചയായും കാണുക കേരളത്തിൽ ഏറ്റവും വലിയൊരു നിക്ഷേപകർ എത്തുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് അവസാന ദിവസമാണ്, ഇൻവെസ്റ്റ് കേരളയുടെ അവസാന ദിവസമാണ്, സമാപന ദിവസമാണ്. കേരളത്തിൽ എത്ര അധികം അല്ലെങ്കിൽ എത്രത്തോളം നിക്ഷേപകർ ഉണ്ടായിട്ടുണ്ട്, എത്ര കോടിക്കണക്കിന് നിക്ഷേപകർ ഏതൊക്കെ മേഖലകളിലാണ്, വ്യവസായം, ആരോഗ്യ മേഖല അടക്കം ഏതൊക്കെ മേഖലകളിലേക്കാണ് കേരളത്തിന്റെ വികസനത്തിന്റെ കുതിപ്പ് എത്തുന്നതെന്ന് വേണം നോക്കാൻ. ഇന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ സർക്കാരിന് ഏകദേശം എത്ര കോടിയുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ധാരണയിൽ സർക്കാരും എത്തിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി പൊതുജനങ്ങളിലേക്ക് സർക്കാരും ഈ ഒരു രേഖകൾ അല്ലെങ്കിൽ അവർക്ക് നിക്ഷേപ തുക അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്കാണ് നിക്ഷേപ തുക കേരളത്തിലേക്ക് എത്തുക എന്നതിൽ വ്യക്തത വരും. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ 850 കോടി രൂപയുടെ നിക്ഷേപമായി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എത്തുന്നുണ്ട്. കിടക്കകളടക്കം, അതോടൊപ്പം തന്നെ മരുന്നുകളടക്കം അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് ആശുപത്രിയിലെ കിടക്കകളുടെ എണ്ണം കൂട്ടുകയും പുതിയ പ്രോജക്റ്റിലൂടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4,200-ലേറെ തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയുള്ള യുവത്വങ്ങൾക്ക് അല്ലെങ്കിൽ യുവത്വങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് പോയൊരു ജോലി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തടക്കം ഒരു വലിയൊരു നയപ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊട്ടാകെ വ്യവസായ വകുപ്പ് തലങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ വിദേശത്തേക്ക് കുട്ടികൾ ചെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലേക്ക് മറ്റ് വിദേശികൾ എത്തുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം കേരളത്തിലുണ്ടാകും. മറ്റ് മേഖലകൾ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ രാജ്യത്തൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം മികച്ച രീതിയിൽ തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. 2003-ലെ ഒരു പ്രഖ്യാപനത്തിന് ശേഷം, ഈ ആഗോളതല പ്രഖ്യാപനത്തിന് ശേഷം 2025-ൽ കേരളം ലോകമെമ്പാടും ഒരു ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവരുടെ ഒരു കൂടിക്കാഴ്ചയും അല്ലെങ്കിൽ ഈ കേന്ദ്ര മന്ത്രിമാരുടെയും കേരളത്തിലുള്ള മന്ത്രിമാരുടെയും എന്നീ മേഖലയിൽ എല്ലാവരും ഒന്നടക്കം ഒരു
ആഗോള മീറ്റിംഗിനെ കാണുന്നുണ്ട്, നിക്ഷേപകർ എത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് നിലവിൽ ആരോഗ്യം, അതോടൊപ്പം തന്നെ റോഡ് മേഖല, സിൽവർ ലൈൻ പദ്ധതികളിലേക്കെല്ലാം എത്തുന്നുണ്ട്. എന്തായാലും തരുൺ അദാനി 30,000 കോടി രൂപയുടെ ഒരു നിക്ഷേപം കേരളത്തിന് വേണ്ടി നൽകുന്നുണ്ട്. അത് പല മേഖലകളിലേക്കാണ്. ആസാദ് ഗ്രൂപ്പിന്റെ, ആസ്റ്റർ ഗ്രൂപ്പിന്റെ 850 കോടി രൂപയുടെ നിക്ഷേപം, അതൊരു ആരോഗ്യ മേഖലയിലേക്കാണ് ഈ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു നിക്ഷേപം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കേരളത്തിനും ഒരു വലിയൊരു കുതിച്ചുയരമാണ്. അല്ലെങ്കിൽ കേരളത്തെ മറ്റ് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നു, കേരളത്തിന്റെ വികസനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. 26 രാജ്യങ്ങളാണ്, വിദേശ രാജ്യങ്ങളടക്കം 26 രാജ്യങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു. 30,000-ത്തിലേറെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. പ്രതിനിധികൾ, വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവരടക്കമുള്ളവർ എത്തുന്നുണ്ട്. ഈ ഒരു സമാപന ദിവസം എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ്, ഏത് രീതിയിലാണ് കേരളത്തിന്റെ ഒരു വികസനം ഉണ്ടാകുക എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കൃഷ്ണ ഗ്രൂപ്പ് 300 കോടി രൂപയുടെ ഒരു ഹോസ്പിറ്റൽ തലത്തിലേക്കുള്ളൊരു പ്രഖ്യാപനമുണ്ട്. അതിവേഗ റെയിൽവേ റിഡോർ പദ്ധതി പരിഗണിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു സിൽവർ ലൈനിന്റെ ഒരു പരാമർശം കൂടി ഉയരുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തുന്ന രീതിയിൽ ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തിന്റെ പദ്ധതികൾ ഓരോന്നായി കേന്ദ്രം പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ഒരു നിക്ഷേപകമാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്ന് കൂടി നോക്കി കാണേണ്ടതുണ്ട്. ഏകദേശം ഇന്ന് ഒരു വൈകിട്ടോട് കൂടി തന്നെ നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ ഇതിലേക്ക് എത്തുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ് കേരളത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നിക്ഷേപം എത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വ്യവസായ രംഗത്താണേലും, റെയിൽവേ പദ്ധതിയുടെ രംഗത്താണേലും, ആരോഗ്യ മേഖലയുടെ രംഗത്താണേലും കേരളത്തിനുള്ള ഒരു വ്യവസായ വളർച്ച എത്തുന്നുണ്ട്. മറ്റ് ഏതൊക്കെ മേഖലകളിലാണ് കേരളത്തിലേക്ക് നിക്ഷേപം എത്തിയിരിക്കുന്നത്, എത്ര കോടിയുടെ കണക്കുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യത്തിലെല്ലാം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ രേഖകളെല്ലാം പുറത്തു വരും. ശരി രേണുക, ലോകത്തെ വൻകിട നിക്ഷേപകർ കേരളം എന്ന സംസ്ഥാനത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ മണിക്കൂറുകൾ കൂടിയാണ് ഈ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നത് എന്ന് തന്നെ പറയാം. രേണുകയാണ് വിവരങ്ങൾ നൽകിയത്.